എല്ലാം നന്നായിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ അല്ലേ ചേട്ടാ? എന്താ പൊന്നെ, ക്യാമറ പിടിച്ചോണ്ടുള്ള ടേക്ക് ഓഫ് ചെയ്യും. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാ. Did you try before the Georgian soft drinks? No. നൊബിയാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ബ്രെഡാണ്. ഇതിന്റെ അകത്ത് ബീൻസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ കുടത്തിനകത്ത് വന്ന ലോബി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ശരിക്കും നമ്മുടെ ഈ രാജ്മ പോലുള്ള ഒരു ബീൻസ് ആണ്. എങ്ങനെങ്കിലും ഇവിടെ നിന്ന് കയറി പോകാൻ വേണ്ടി നോക്കിയിട്ട് സംഭവം നൈസാണ് കേട്ടോ. പുറകെ വന്ന ആൾക്ക് ബ്രേക്ക് കിട്ടിയില്ല, എന്റെ പുറകെ വന്ന് കയറി. Okay, come. പണ്ട് മലമ്പുഴയിൽ പോയപ്പോ എവിടെ ഒരു മലമ്പുഴയിൽ ഇനി നമുക്ക് കേബിൾ കാറെ വന്ന് ഈ മല മുഴുവൻ മഞ്ഞിനകത്തോടെ നടന്ന് താഴേക്ക് ഇറങ്ങണം. തെന്നിപ്പോകുന്നു. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ജോർജിയയുടെ ക്യാപിറ്റലായ ടിബിലിസിയിലാണ്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് നേരെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഗുദാവരി കാണാൻ വേണ്ടി പോവാണ്. ഗുദാവരി എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഏകദേശം 2 മുതൽ 3 മണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ മതിയാവും. ഐസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഗുദാവരിയിലെ കാഴ്ചകൾ ഇന്ന് കാണാം. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഞങ്ങൾ ഇന്നലെ താമസിച്ച ടിബിലിസിലെ ഞങ്ങളുടെ ഹോട്ടലാണ് പുറകെ കാണുന്നത്, ഹോട്ടൽ റമദ. അപ്പം നമ്മുടെ ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് യുറേഷ്യൻ വോയേജ് ആണ്. യുറേഷ്യൻ വോയേജ് ഇവിടെയുള്ള ഒരു മലയാളി ടൂർ ഓപ്പറേറ്റർ ആണ്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് ആദിലാണ് യുറേഷ്യൻ വോയേജിന്റെ ഇവിടുത്തെ സാരഥി. ആദിൽ നിന്ന് കുറച്ച് തിരക്കുണ്ട്. ആദിൽ നമ്മുടെ കൂടെ വരുന്നില്ല, അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ വരുന്നത് ലവാനാണ്. അപ്പം ഇതാണ് ലവാൻ. ഞങ്ങള് അങ്ങനെ വണ്ടി കയറി യാത്ര പുറപ്പെട്ടു. നമ്മുടെ കൂടെ നമ്മുടെ സ്ഥിരം പാർട്ടികളും ഉണ്ട്, കാർത്തിക് ആൻഡ് ലിൻഡ. ടിബിലിസിൽ നിന്നും ഏകദേശം 120 കിലോമീറ്ററോളം ദൂരമുണ്ട് ഗുദാവരിക്ക്. നമ്മുടെ മൂന്നാറൊക്കെ പോലെയുള്ള ജോർജിയയിലെ ഒരു ഹൈ റേഞ്ച് ഏരിയയാണ് ഈ ഗുദാവരി. സീ ലെവലിൽ നിന്ന് 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പും മഞ്ഞുവീഴ്ചയുമുള്ള ഒരു സ്ഥലമാണത്. ഞങ്ങൾ പുറപ്പെട്ട പടവിന് ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു. And happiness. Love. Maybe happiness. That's right. Thank you. അതെന്താ വെച്ചാല് അതിനകത്ത് ഒരു ഇത് ആഡ് ചെയ്യും. എന്ത്? ലവ് വേണോ, ലക്ക് വേണോ, ഹാപ്പിനെസ് വേണോ? നിങ്ങൾ എന്നിട്ട് ഏതാ എടുത്തേ? ഹാപ്പിനെസ്. കോഫി മേടിച്ചപ്പോ അവര് ചോദിച്ചു ലവ് വേണോ, ഹാപ്പിനെസ് വേണോ, ലക്ക് വേണോ എന്ന് ചോദിച്ചു. അത് ഞാൻ ലവ് വേണമെന്ന് പറഞ്ഞു. ഞാൻ മാറ്റി പറഞ്ഞു എനിക്ക് ഹാപ്പിനെസ് മതി, ലവ് വേണ്ട. I have love of my life. Oh, and what you want to add? Yeah. Like lucky, love. Happiness. Don't believe them. Do you know how it works? Don't believe. നമ്മള് രാവിലെ പരമാവധി നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡാവരി പോകുന്ന വഴിയിലൊക്കെ സ്നോ ഉണ്ടാവും. സ്നോ ഉണ്ടാകുമ്പോഴത്തേക്കും ഒരുപാട് സ്നോ ഉണ്ടെങ്കിൽ അവർ കുറച്ചു നേരം വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്ത് നിർത്തും, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രമേ വണ്ടികൾ കൊണ്ടുപോകും. അതുകൊണ്ട് പരമാവധി നേരത്തെ ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ ആ ബ്ലോക്കേജ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോകാൻ പറ്റും. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ അത് അങ്ങ് അവിടെ മഞ്ഞുമലകളൊക്കെ കാണാം, നല്ല വെളുത്ത് നിൽക്കുന്നത്. മഞ്ഞ് കണ്ടു തുടങ്ങി, റോഡ് സൈഡ് മുഴുവൻ മഞ്ഞ് കണ്ടു തുടങ്ങി. ഞങ്ങളിവിടെ ഒരു വ്യൂ പോയിന്റ് വണ്ടി നിർത്തി. അയ്യോ, മുഴുവൻ ഐസാണ്, തെന്നുന്നുണ്ട്. ഇതാ കേട്ടോ നമ്മുടെ വണ്ടി, കിയ കാർണിവൽ. മഞ്ഞൊക്കെ കോരി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും ഈ വിന്റർ ക്ലോത്തും അതുപോലെ തന്നെ ഗ്ലൗവും ഒക്കെ വിൽക്കുന്ന കടകളാണ്. ഈ വ്യൂ പോയിന്റ് രസം കേട്ടോ. ഇവിടെ ഒരു അടിപൊളി ലേക്കാണ്. നമ്മൾ കാറിൽ വന്നിട്ട് പെട്ടെന്നായിരുന്നു ഈ മഞ്ഞുള്ള ഏരിയയിലേക്ക് കയറിയത്. നമുക്കെന്നാ പതിയെ വിട്ടാലോ? പ്രശസ്തമായ ജോർജിയൻ മിലിറ്ററി ഹൈവേയിലൂടെയാണ് ടിബിലിസിൽ നിന്ന് ഗുദാവരിയിലേക്ക് പോകുന്നത്. ഈ ഹൈവേ ടിബിലിസിയെ റഷ്യയുമായി കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ്. ഗുദാവരി ആക്ച്വലി ഗ്രേറ്റർ കോക്കസസ് മൗണ്ടന്റെ ഒരു ഭാഗമാണ്. വളരെ ഉയരത്തിലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ മിക്കപ്പോഴും മലമുകളിൽ ഐസ് കാണും. ഗുദാവരി എന്ന പേരിൽ ഇവിടെ ഒരു ഫേമസ് മൗണ്ടൻ റിസോർട്ടുമുണ്ട്.
നമ്മളിപ്പോ കണ്ട ആ ഫോട്ടോ ഉണ്ടല്ലോ അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ കയറി കാണുന്നുണ്ട്. ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ ഒരു പുഴ അങ്ങ് ഫ്രീസായി കിടക്കുകയാണ്. കുറച്ച് സൈഡിൽ കൂടെ മാത്രമേ വെള്ളം ഒഴുകുന്നുള്ളൂ, ബാക്കിയൊക്കെ അങ്ങ് ഫ്രീസാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും മഞ്ഞാണ്. മഞ്ഞ് മൂടി കിടക്കുന്ന വീടുകള്, മഞ്ഞ് മൂടി കിടക്കുന്ന കടകള്, എന്തൊരു കാറ് വരെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. റോഡിലെ മഞ്ഞൊക്കെ എനിക്ക് തോന്നുന്നു JCB അങ്ങനെ എന്താ വെച്ചിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ മൂടി കിടക്കുകയാണ്. ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഈ റോഡിലെ മഞ്ഞിങ്ങനെ കോരി മാറ്റിയിട്ടിരിക്കുകയാണ്. അതിങ്ങനെ ചെളിയും മഞ്ഞും കൂടെ കൂടിയിട്ട് കറുത്ത് കിടക്കുന്ന രൂപത്തിലാണ്. അങ്ങനെ കറുത്ത മഞ്ഞുമുണ്ട്, വെളുത്ത മഞ്ഞുമുണ്ട് ഇവിടെ. ഞങ്ങൾ വഴിയിലൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇവിടെ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ATV റൈഡാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 150 ലാറിയാണ് ഇതിന്റെ ടിക്കറ്റ് റേറ്റ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വേണം വണ്ടി കയറാൻ. കഴുത്തെ പിടിച്ച് ചെക്കിയാ, കരുത്തെ പിടിച്ച് നോക്കി. ഫുൾ സെറ്റ്. വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. നല്ല തെന്നലാ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തെന്നലാ. Hey, from Egypt. ഈജിപ്ത്. Yeah. ഓക്കെ. ദുബായ്. Oh, really? ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ എല്ലാവരും നിരന്ന് നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ പതിയെ പുറപ്പെടുവാണ്. ഒറ്റക്കൈ കൊണ്ട് ആദ്യം ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് കോൺവോയ് ആയിട്ടാണ് പോകുന്നത്. സംഭവം നൈസാണ് കേട്ടോ. ഈ സ്നോയ്ക്കകത്തോടെയുള്ള ഈ ATV റൈഡ്. കുറെ ഇങ്ങി വന്നിട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. മഞ്ഞൊക്കെ കിടക്കുന്നുണ്ടോ, നല്ല ഫ്രഷ് മഞ്ഞ്. കാർത്തി എങ്ങനെങ്കിലും ഇവിടെ നിന്ന് കയറി പോകാൻ വേണ്ടി നോക്കിയിട്ട് എല്ലാരും വന്ന് ഇവിടെ മഞ്ഞിലൊക്കെ അങ്ങ് കുളിച്ച് ആറാടി ശേഷം നമ്മൾ വീണ്ടും വന്ന് വണ്ടി കയറിയിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകണം. പുറകെ വന്ന ആൾക്ക് ബ്രേക്ക് കിട്ടിയില്ല. എന്റെ പുറകെ വന്ന് കയറി. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. നല്ല തന്നല്ലേ. അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഊരി അവിടെ കൊടുത്തു. ഇനി നമുക്ക് വണ്ടി കയറി നേരെ ഗോദാവരിക്ക് വിടാം. നമ്മളും വണ്ടി എടുത്ത് അവിടുന്ന് നേരെ ഗോദാവരി ചെന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ ജോർജിയൻ മിലിറ്ററി ഹൈവേയിലൂടെ ഗോദാവരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. സ്നോ ലവേഴ്സിനും അഡ്വഞ്ചറസ് ഇഷ്ടമുള്ളവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് ഗോദാവരി. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇവിടെ ആകെ മഞ്ഞു മൂടിയിരിക്കും. ഇനി ഇവിടെ കുറച്ച് പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങണമെങ്കിൽ ഏപ്രിലൊക്കെ ആകണം. ജോർജിയ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഗോദാവരി എത്തിയിരിക്കുകയാണ്. ഇനി ആദ്യം ലഞ്ച് കഴിക്കണം.
നമ്മൾ കാർ ഇവിടെ റെസ്റ്റോറൻറ്റ് മുന്നിൽ പാർക്ക് ചെയ്തു എന്തെങ്കിലും ജോർജിയ ഫുഡ് കഴിക്കും. നമ്മൾ കഴിക്കാൻ നടത്തിയ റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിലുള്ള മഞ്ഞൊക്കെ ഇവിടുത്തെ ചേട്ടന്മാർ കോരി വൃത്തിയാക്കുക. സമയം 2 മണി ആകാറായി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. കുറച്ച് ജോർജിയൻ ഡിഷ് ഓർഡർ ചെയ്യാന്ന് വിചാരിക്കുന്നു. You want drink anything? Did you try before the Georgian soft drinks? No. Huh? No, we want water only. Oh, just. ഇതാണ് കിങ്കാലി. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. നമ്മുടെ നാട്ടിൽ പൊറോട്ട ഒക്കെ പോലെ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമ്മുടെ മൊമോസ് ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിനകത്ത് ജ്യൂസും ഉണ്ട്, മീറ്റും ഉണ്ട്. ചെറിയ വലിപ്പം കൂടുതലാണെന്ന് മാത്രം. മൊമോസിനേക്കാൾ നല്ല വലിപ്പമാണ്. കിങ്കാലി. ഇതാണ് ലൊബിയാനി. ലൊബിയാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിസയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ബ്രെഡാണ്. ഇതിൻ്റെ അകത്ത് ബീൻസ് ആണ്. ലൊബിയാനി. കിങ്കാലി കഴിക്കാം. കഴിക്കുമ്പോൾ തന്നെ ഇതിന്റെ ജ്യൂസ് വരും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനകത്ത് ബീഫും പോർക്കും അങ്ങനെ പല സാധനങ്ങൾ കിട്ടും. ഇത് ബീഫാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. അടിപൊളി സാധനം കേട്ടോ. നിങ്ങൾ ജോർജിയ വരുവാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ കുടത്തിനകത്ത് വന്ന ലോബി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ശരിക്കും നമ്മുടെ ഈ രാജ്മ പോലുള്ള ഒരു ബീൻസ് ആണ്. ഇവിടുത്തെ ഒരു പ്രിയപ്പെട്ട ഐറ്റം കേട്ടോ ഈ ബീന്. ഇപ്പൊ നമ്മൾ കഴിച്ച ലോബിയാനാണ്. ഇനി നമുക്ക് ലോബിയാനി കഴിച്ചു നോക്കാം. ഇത് ലോബിയാനി. ഇതിന്റെ അകത്തും നേരത്തെ പറഞ്ഞ അതേ ബീൻസ് തന്നെയാണ്. കഴിച്ചു നോക്കാം. ഇതിനകത്ത് ചീസ് ടോപ്പിനൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ബീന് നന്നായിട്ട് മാഷ് ചെയ്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവിൻ്റെ ഇടയ്ക്ക് വെച്ച് ഓവന് വെച്ച് ഗ്രില്ല് ചെയ്തെടുത്താണ്. സംഭവം കൊള്ളാം കേട്ടോ. നമ്മുടെ നെറാൻ പറയാണ് ഇത് ഓർക്കൊണ്ടൊന്നല്ല കഴിക്കട്ടെ, കൈ കൊണ്ടാണ് കഴിക്കട്ടെ. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് എടുത്തുകൊണ്ട് കഴിച്ചു. We eat it just by hand. Then little. പിങ്കാലി കഴിക്കുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കുമോ? Just little. That's it. Dry. You get the point? Yes. It must be dry. And you, what you do? It was not correct. കിങ്കാലി കഴിക്കുമ്പോൾ പ്ലേറ്റിൽ ഒരു ശകലം പോലും വെള്ളം വീഴല്ലെന്നാണ് പറയുന്നത്. ഇതിന്റെ അകത്തുള്ള Okay, let's ജ്യൂസ്. say B now. B. പക്ഷെ നമ്മളെ കഴിക്കുമ്പോൾ കുറച്ച് ഒരു തുള്ളി പോലും വെള്ളം പുറത്ത് പോലെ നമ്മൾ പറയുന്നത്. Yeah. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ബാഗ് കൊണ്ടുപോയി നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുവെക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് ആക്ടിവിറ്റിക്കായിട്ട് ഇറങ്ങാൻ പോവാണ്. സർവത്ര മഞ്ഞ കേട്ടോ. മഞ്ഞ് റോഡിൽ വീണിങ്ങനെ ഐസുമായിട്ട് കിടക്കുവാണ് പല സ്ഥലത്തും. അത് കയറിയ തെന്നും. ഞങ്ങളങ്ങനെ ഹോട്ടലെത്തി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 2 സൈഡിലും ഗുദാവരി ഇന്നെന്നാണ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പേരാണ് ഗുദാവരി ഇൻ. ഇതും ഗുദാവരി ഇൻ. ഇതിപ്പോൾ ഏതാണ് നമ്മുടെ ഒറിജിനൽ ഗുദാവരി ഇൻ എന്നുള്ളതാണ് ഡൗട്ട്. ചോദിച്ചോക്കാം. നമ്മൾ ഹോട്ടലിൽ കയറി നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് പതിയെ ജാക്കറ്റൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി. Are you ready for paraglide? യെസ്. Let's go. ഈ കാണുന്നതാണ് മഞ്ഞ് തോണ്ടുന്ന മെഷീൻ. മഞ്ഞെല്ലാം ഉരുകിയ വെള്ളമാണ്. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഒരു കേബിൾ കാറെ കയറുക എന്നുള്ളതാണ്. അതിനുശേഷം പറ്റുവാണെങ്കിൽ സ്കീയിങ് ചെയ്യണം. സ്കീയിങ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. സമയം കിട്ടുവാണെങ്കിൽ അതും കൂടെ ചെയ്യണം. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്നോ മെഷീൻ ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ് ആകട്ടോ. പിന്നെ ഇതുപോലെയുള്ള സ്കീയിങ് ആക്ടിവിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കേബിൾ കാറും ഉണ്ട്. അതുമെല്ലാം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാം. കേബിൾ കാർ 4 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് കേബിൾ കാറെ കയറാം. അതിനുശേഷം ഈ സ്കീയിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നല്ല തന്നലാണ്. Okay, come. Okay, wait, no. Wait. After that, Everyone stay together. okay. You get the point? Yeah. Everyone together. Okay. വാവ്, കംപ്ലീറ്റ് സൈലന്റ് ആയി.
ഭയങ്കര സൈലൻസ്. അടിപൊളി. ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനത്തെ ഓപ്പൺ കേബിൾ കാറൊക്കെ കയറുന്നത്. പണ്ട് മലമ്പുഴയിൽ പോയപ്പോ എവിടെ ഒരു മലമ്പുഴ മലമ്പുഴയിൽ പോയപ്പോഴേ ചെരുപ്പ് പോയി ഓർക്കുന്നുണ്ട്. നമ്മൾ ഈ കേബിൾ കാർ കയറി കുറച്ചുകൂടി മുകളിലേക്ക് പോകണം. അവിടെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. പാരാഗ്ലൈഡിങ്, ഐസ് സ്കേറ്റിംഗ്, സ്നോ ബോർഡിങ് പോലുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കാര്യമായിട്ടും ഉള്ളത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു. നമുക്ക് ഒരാൾക്ക് ഏകദേശം 500 ദിർഹംസ് വെച്ചാണ് വന്നിരിക്കുന്നത് പാരാഗ്ലൈഡിങ്ങിന്റെ കോസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കേബിൾ കാറെ കയറി ഇനിയും മുകളിലേക്ക് പോകും. മുകളിൽ പോയിട്ട് മുകളിൽ നിന്ന് പറന്നാണ് വീണ്ടും ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് വന്ന് ഇറങ്ങും. ഞങ്ങളങ്ങനെ പാരാഗ്ലൈഡിങ്ങിന്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാരാഗ്ലൈഡിങ്, പിന്നെയുള്ളത് സ്കീയിങ് ആണ്. പിന്നെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് പുറകെ കാണുന്നുണ്ടോ ഒരു ബൈക്ക് പോലെ ഇരിക്കുന്ന സാധനം, അതിൽ കയറിയുള്ള റൈഡാണ്. ഇത് മൂന്നുമാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. വേറെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ആദ്യം പാരാഗ്ലൈഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പാരാഗ്ലൈഡിങ്ങിനായിട്ട് പോവാണ്. ഇനി മലയുടെ മുകളിലേക്ക് എത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. ഇനി ഈ മഞ്ഞിലൂടെ ഇങ്ങനെ നടന്നു പോകണം. പാരച്ചൂട്ടൊക്കെ പോഞ്ഞ് കെട്ടി തുളത്ത് നോക്കി ഈ മുന്നിൽ നടക്കുന്നതാണ് നമ്മുടെ പൈലറ്റ്. നമുക്ക് അടുത്ത കേബിൾ കാറെ കയറി മുകളിലോട്ട് ഇനിയും പോകണം. നമ്മൾ നേരെ വന്നിങ്ങനെ നിന്നാൽ മതി. നമ്മൾ തോണ്ടി ഇട്ടങ്ങ് പൊക്കോളും. ഞാൻ വിചാരിച്ചു ആദ്യം ഇറങ്ങിയ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പറക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചത്. അതല്ല, അവിടുന്ന് ഇറങ്ങി അടുത്ത കേബിൾ കാറെ കയറി അടുത്ത മലയുടെ മുകളിൽ പോയിട്ട് അവിടെ നിന്നാണ് പറക്കുന്നത്. അവിടുന്ന് പറന്ന് നമ്മൾ ആദ്യം ടിക്കറ്റൊക്കെ എടുത്ത് അവിടെയായിട്ടാണ് പറന്ന് ചെല്ലുന്നത്. നമ്മൾ ഈ കേബിൾ കാറെ വരുന്ന വഴിക്കെല്ലാം ആളുകൾ ഇതേപോലെ തന്നെ കേബിൾ കാറെ കയറി മുകളിൽ പോയിട്ട് സ്കീയിങ് ചെയ്ത് താഴേക്ക് വരുന്നത് കാണാം. നമുക്ക് ഇറങ്ങേണ്ട രണ്ടാമത്തെ കേബിൾ കാർ സ്റ്റേഷൻ എത്തി കേട്ടോ. എല്ലാം നന്നായിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ അല്ലേ ചേട്ടാ? ഹെൽമെറ്റും ആടെ ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടുണ്ട്. പതിയെ പറക്കാൻ പോവാണ്. നല്ല ദൂരമുണ്ട് കേട്ടോ. ക്യാമറ പിടിച്ചോണ്ട് ടേക്ക് ഓഫ്. ക്യാമറ ഇസ് വെരി ഗുഡ്. കേട്ടോ കാണാൻ മേല. നല്ല തണുപ്പാണ്. My language. It's very cold. ലൈഫിൽ ഇതൊക്കെ ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ട ഒരു സംഭവമാണ്. താഴെ മുഴുവൻ മഞ്ഞ മലകള്, അടിപൊളി. ഗുദാവരിയിലെ ഈ പാരാഗ്ലൈഡിംഗ് ഇത്തിരി അഡ്വഞ്ചറസ് ആണെങ്കിലും സംഗതി അടിപൊളിയാണ്. മഞ്ഞുമലകളൊക്കെ കണ്ട് ഇത്രയും ഹൈറ്റിലൂടെ ഇങ്ങനെ പറക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്കുണ്ടാവുക. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഇതെന്തായാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. സീ ലെവലിൽ നിന്ന് 2900 മീറ്റർ ഉയരത്തിലാണ് നമ്മൾ പറക്കുക. സാധാരണയായി 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏതൊരാൾക്കും ഈ ആക്ടിവിറ്റി ചെയ്യാം. പക്ഷേ പ്രായപൂർത്തിയാകാത്തവർക്ക് പേരൻസിൻ്റെ കൺസെൻറ്റോട് കൂടിയേ പാരാഗ്ലൈഡിംഗ് ചെയ്യാനാകൂ. നമ്മുടെ ഒപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് പാരാഗ്ലൈഡിംഗ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാ.
അങ്ങനെ അത് കഴിഞ്ഞു. നമുക്കേ അവര് വന്ന് ലാൻഡ് ചെയ്യുന്ന എടുക്കാൻ പറ്റുമോ നോക്കാം. കാർത്തിക്കാണ് ലാൻഡ് ചെയ്തത്. കാർത്തിക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പറന്നിങ്ങ് വന്നിറങ്ങി. ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു കാർത്തി? സൂപ്പറാണ്, എന്തായാലും ട്രൈ ചെയ്യണം. അത് വിന്ററിലാണെങ്കിൽ സൂപ്പർ. അതെ അതെ അതെ, സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ചെറിയൊരു പണി കിട്ടി. സംഭവം കേബിൾ കാർ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ജസ്റ്റ് 1 മിനിറ്റ് മുമ്പ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് കയറിയ മല മുഴുവൻ, കേബിൾ കാറെ വന്ന് ഈ മല മുഴുവൻ മഞ്ഞിനകത്തോടെ നടന്ന് താഴേക്ക് ഇറങ്ങണം. സംഭവം കൊള്ളാം, അതുകൊണ്ട് രസമാണ്, നടക്കാം. അങ്ങനെ ഞങ്ങൾ മഞ്ഞുമല മന്ദം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഇതിലൂടെ സ്കീയിങ് നടത്തി പോകുന്നുണ്ട്. ഇനി കുറേ ദൂരം നടക്കാനുണ്ട്. തന്നിപ്പോകുന്നേ തന്നെ പമ്പ ചിരിച്ചു, ചന്നം പിന്നെ മഞ്ഞു നിറച്ചു. അമ്മേ, ഓരോരുത്തരൊക്കെ പാഞ്ഞു പോകുന്നുണ്ട്. ലിഫ്റ്റ് ചോദിക്കാൻ പറ്റിയ വല്ല വണ്ടിയായിരുന്നെങ്കിൽ അതിന് ലിഫ്റ്റ് ചോദിച്ച് കയറി പോവായിരുന്നു. നമ്മളീ നടന്നിറങ്ങുന്ന വഴി കൂടെയാണ് ആക്ച്വലി ആളുകൾ സ്കീയിങ് ചെയ്ത് പോകുന്നത്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ ചിലരിങ്ങനെ പറന്ന് വരുന്ന കാണാം. നമ്മൾ ഈ ഇറങ്ങി വരുമ്പോൾ താഴെ ഓപ്പോസിറ്റുള്ള മലയുണ്ടല്ലോ, എന്താ രസം എന്നറിയോ, അവിടെ സൺസെറ്റും കൂടെയാണ്. ഇതേവിടെ ഒരു സൈബീരിയൻ ഹസ്കി, ഹിമക്കാരുടെ അല്ല, സൈബീരിയൻ ഹസ്കിയാണ്. നീ എങ്ങനെ കരയുന്നേ? ഈ കാണുന്ന ബൈക്കുകളുണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ മഞ്ഞിക്കൂടെ പോകുന്ന മെഷീൻ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഇവിടെയാണ് നെറ്റിന് കവറേജും ഇല്ല, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളങ്ങനെ നടന്ന് താഴെ എത്തി കേട്ടോ. താഴെ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കേബിൾ കാർ സ്റ്റേഷനില്ലേ അവിടെ എത്തി. ഇനി നമുക്ക് നേരെ ഹോട്ടലിൽ പോകണം, ചെക്ക് ഇൻ ചെയ്യണം. നേരത്തെ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല, അവിടെ ലഗേജ് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.